അപ്പോൾ കഴിയുന്നതും എല്ലാം ഒരു കൺട്രോൾ ഇട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ടൈം ടേബിൾ വയ്ക്കുക. ഏത് സമയത്താണ് പഠിക്കേണ്ടത്, ഏത് സമയത്താണ് ഫോൺ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ടൈം ടേബിൾ വെച്ച് പോവുക. ഇപ്പം നിങ്ങൾ അവർക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ടൈം ടൈം വയ്ക്കാൻ മറന്നു പോകരുത്. നിങ്ങളെക്കണ്ണാണ് അവർ പഠിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ മറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. അത് നോക്കുന്നത് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പ്രൊഡക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാം ഒരു അടുക്കും ചിട്ട ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവരും ചെയ്യുക. അതുപോലെ അവർ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഒരു നിശ്ചിത സമയത്തിന് ശേഷം വീട്ടിൽ ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും കൊണ്ട് കബോർഡിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ കട്ട് ചെയ്യുക. എന്തെങ്കിലും അത്യാവശ്യ കാര്യം, ജോലി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാവരും കൊണ്ടുവയ്ക്കുക. കുട്ടികളുടെ കയ്യിൽ രാത്രിയൊന്നും കൊടുക്കാതിരിക്കുക. അവരുടെ ഉറക്കത്തിനെ ബാധിക്കും. ഈ ഒരു അഡിക്ഷൻ കാരണം ബിഹേവിയറൽ പ്രോബ്ലംസ് വരും. പിന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം വരും. പൊണ്ണത്തടി, ഉറക്കമില്ലായ്മ. പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് പഠിത്തത്തിനോടുള്ള ശ്രദ്ധ പോവും. ഞാനത് കണ്ടുവരുന്നതാണ്. ഇന്ന് എന്താ പറയുക, പണ്ടത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മളൊരു കൊച്ചു കുട്ടീനെ എടുത്താലും ആ കൊച്ചു കുട്ടിക്ക് നമ്മുടെ ബ്രെയിനിനെ ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയണം എന്നുള്ളൊരു അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ വന്ന് അതെന്താ അമ്മ, ഇതെന്താ അമ്മയും ചോദിക്കുക. അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയാണ്, എല്ലാം പഠിച്ചെടുക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയെ നമ്മൾ ഈ ഫോണ് കൊടുത്തുകൊണ്ട് നശിപ്പിക്കുകയാണ്. പിന്നെ അവർക്ക് ആ ഒരു പ്ലഷർ കിട്ടുമ്പോൾ പിന്നെ അവരതിലങ്ങ് ആയിപ്പോകുന്നത്. നമ്മൾ തന്നെയാണ് അവർ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൺട്രോൾ ഇടുക. അവരുടെ ആ ഉള്ളിൽ എല്ലാം അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയെ നമ്മൾ വളർത്തിയെടുക്കണം. അതായത് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെല്ലാം അറിയുന്നവരെ പോലെ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ കൊച്ചുകുട്ടിയാണെന്ന് കരുതി നമ്മൾ ചിലപ്പോൾ അവരുടെ ലെവൽ അനുസരിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. നമ്മൾ ചിലരെങ്കിലും കാണും ഈ കുഞ്ഞു പിള്ളേരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെ പോലെ ഇങ്ങനെ കൊഞ്ചി സംസാരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീന്, നമ്മളെങ്ങനെയാണ് കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മീമി മീമി എന്ന്. ഈ മീമി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? ആ കുട്ടിക്ക് മീനെന്ന് പറയാനുള്ള കഴിവുണ്ട്. എന്നോ ഒരിക്കൽ ഏതോ ഒരു കൊച്ച് മീനെന്ന് പറഞ്ഞപ്പോൾ മീമി ആയിപ്പോയി. അതിനെ നമ്മളിങ്ങനെ ജനറേഷനോളം ബാക്കി വരുന്ന കുട്ടികൾക്ക് മീമി മീമി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്കിൽ കാരണം നിങ്ങളുടെ കുട്ടിക്ക് അതിനുള്ള പവറുണ്ട്. പക്ഷെ നിങ്ങളതിനെ ആദ്യമേ മുരടിപ്പിക്കരുത്. അവന് മീൻ എന്ന് പറയാൻ പറ്റും. ഈ ബുക്സ് എന്ന് പറയുമ്പോൾ ബുക്സിൽ കൂടെ നമുക്കിങ്ങനെ ബുക്സായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് നമ്മൾ പറയുന്നത് തന്നെ കുഞ്ഞുനാളിലെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് റീഡിങ് ഹാബിറ്റ് നമ്മൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ ബുക്സിനോടൊരു പ്രത്യേക ക്യൂരിയോസിറ്റി തോന്നിയിട്ട് അങ്ങനെ ആ ഒരു ഹാബിറ്റിലോട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് കുറേയൊക്കെ ഇവരുടെ ഫോണിലോട്ടുള്ള ഇത് നമുക്ക് കുറച്ച് വരാൻ പറ്റും. കാരണം അവർക്ക് കഥകൾ വായിക്കാൻ ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഫോണെടുത്ത് കൊടുത്തു കളയരുത്. ഫോണ് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ കൊടുത്തു കഴിഞ്ഞാൽ ബിക്കോസ് അവർക്ക് ആ ബുക്ക് നോക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും സന്തോഷം ഫോണിൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അവർ അതേ ചൂസ് ചെയ്യുള്ളൂ. അത് അവരുടെ കുഴപ്പമല്ല. നമ്മൾ പറഞ്ഞില്ല, ഈ ബ്രെയിനിലെ ഈ മെക്കാനിസം നിങ്ങൾ മറന്നു പോകരുത്. ഈ ഡോപ്പമിനും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബ്രെയിനിൽ നമ്മുടെ പ്രവൃത്തികൾ, അതായത് സത്യം പറഞ്ഞാൽ ഒരു റോബോട്ടിനെ പോലെ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും. എവിടെയെങ്കിലും ചെറിയ നമ്മുടെ പ്രവൃത്തികൾ കാരണം ചെറിയ തകരാറ് പറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ലൈഫിനെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഈ റീഡിങ് ഹാബിറ്റൊക്കെ നിങ്ങൾ കൂടെ ഇരുത്തി വളർത്തിയെടുക്കുക. അപ്പോൾ ഈ ബുക്സുമായിട്ടൊക്കെ നമ്മൾ അവരെ നല്ല അറ്റാച്ച്ഡ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം അറിയുന്നവരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറേ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആലിസിനെ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് ഈ റോക്കറ്റിൻ്റെ കാര്യങ്ങൾ, റോക്കറ്റിൽ പോകുന്നതും ആ സ്പേസിലുള്ള സംഭവങ്ങളും ഒക്കെ. അപ്പോൾ അവളുടെ ഏജിൽ അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണല്ലോ ഈ നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റുകൾ നമ്മൾ വെച്ചിരിക്കുന്നതായാലും ഒരു കാര്യം ഇങ്ങനെ കുറച്ച് പറയും. പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലാബറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഓരോരോ ലെവൽ ക്ലാസ് കഴിയുമ്പോഴാണ്. അപ്പോൾ അതേ രീതിയിൽ ഞാൻ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റോക്കറ്റ് എന്നൊരു സംഭവം, ആ ഒരു സ്പേസിൽ പോകുന്നത്, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾക്ക് ക്യൂരിയോസിറ്റിയാണ് അതിനെപ്പറ്റി അറിയാനും അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനും. അവൾക്ക് എന്നിൽ നിന്ന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അറ്റൻഷനാണ് അവളെ സീക്ക് ചെയ്യുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ അവൾ ബഹളം വെച്ച് കരയാറുണ്ട്. അത് ഇപ്പോൾ കുറച്ച് ടഫാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യും. കാരണം ഈ കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് അറ്റൻഷൻ വേണം, മനസ്സിലായില്ല. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും ഒരു വാവകൾ മാത്രമുള്ള പാരൻസിന്
എന്താ പറയുക, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുട്ടികളോടുള്ള ടൈം, ഒരു ടോഡ്ലറിനോടൊപ്പമുള്ള സമയം. കാരണം പ്രത്യേകിച്ച് ഒരു കുഞ്ഞാണെങ്കിൽ അതൊക്കെ കാരണം അവരൊരു എന്താ പറയുക, അവരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന അതൊക്കെ ഒരു വേറെ ലെവലാണ്. അപ്പം നമ്മളവരെ ഒരു ഇഷ്ടത്തോടെ നമ്മൾ അവരോട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലിട്ട് തിരിച്ച് വരാം, വേറെ നല്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരിക്കലും കുത്തിപ്പഴിപ്പിച്ചിരുത്തി പഠിപ്പിക്കുന്നൊരു നിലവാരം പോകരുത്. രൂപത്തിൽ ഇൻട്രസ്റ്റുകൾ നമ്മൾ കുഞ്ഞിലേ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ റോക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ദിവസമാണ് ഞാൻ അവളെ പോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അടുത്ത ആനിമൽസ്, അപ്പോൾ അവൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങളും അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഫോൺ ഉപയോഗം കുറയും, കുട്ടികളുടെ ഫോൺ ഉപയോഗവും കുറയും. അത് നിങ്ങൾ മറന്നു. അതുപോലെ അപ്പം എന്താ പറഞ്ഞത്, അങ്ങനെ ഈ അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് അതുപോലെ അവർക്ക് ഈ ഫോക്കസിങ് ആ ഒരു ടൈം കുറയും. അതായത് ഒരു കാര്യം അടുത്ത് വേറെ എന്തെങ്കിലും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ പഠിക്കുമ്പോൾ തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പഠിക്കാനൊരു റൂം വേണം, അങ്ങനെ വേണം. ഇപ്പോഴാണെങ്കിൽ ഒരു ടിവിയുടെ ശബ്ദം രാത്രി കളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ സീരിയൽ ഈ സീരിയൽ. അപ്പം നിങ്ങൾ ഓർക്കണം, അവൻ വേറെ മുറിയിലാണ് ഇരിക്കുന്നെങ്കിൽ പോലും ആ ശബ്ദം അവൻ്റെ ചെവിയിൽ അടിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയ്ക്ക് അറ്റൻഷൻ വേണ്ട ഒരു, അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഇത് പോലും അവരെ എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു റൂം, ആ ഒരു സമയമൊക്കെ നിങ്ങൾ വെച്ച് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ടൈം ടേബിൾ, കുട്ടികൾക്കൊരു ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗാഡ്ജറ്റ്സും പ്രവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ പോലും ഉപയോഗിക്കാൻ പാടില്ല. കുട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഉപയോഗിക്കരുത്. ഇനി ഇൻ കേസ് ഉപയോഗിക്കുവാണെങ്കിൽ ഹെഡ്സെറ്റ് വല്ലതും വെച്ച് ഉപയോഗിക്കുക. കേൾവികളോ ആ കുട്ടിയുടെ ശ്രദ്ധ തിരിയാൻ പാടില്ല. ആ തരത്തിൽ നിങ്ങൾ റൂം സെറ്റ് ചെയ്ത് കൊടുക്കണം. പണ്ടത്തെ കാലം രാമലിംഗൻ എന്താ പറയാ, നമ്മളിങ്ങനെ എന്താണ് ഇതുപോലെ ഒരു തരത്തിലുമുള്ള സൗകര്യങ്ങളില്ലാതെ പഠിച്ചു എന്നുള്ളത്. ഈ പണ്ടത്തെ കാലത്ത് തരത്തിലുള്ള ടി വി, ഫോൺ, മൊബൈൽ ഫോണൊന്നും ഇല്ല. അന്നത്തെ ആൾക്കാർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി അല്ലേ, ലോകം അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി, അതാണ് അവരെ അന്ന് നയിക്കുന്ന ഡോപ്പമിൻ മോട്ടിവേഷൻ. അതാണ് ആ കാര്യം അറിയണം, അപ്പോൾ ഒരു സന്തോഷം. അടുത്തൊരു വേറൊരു കാര്യം അറിയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അറിവ് നേടുമ്പോൾ ഉള്ള ഒരു സന്തോഷമായിരുന്നു അന്ന് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതൊരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടും പഠിച്ചു. പിന്നെ അവർക്ക് ശ്രദ്ധ തിരിയാന്ന് പറഞ്ഞ ആൾക്കാർ തമ്മിലുള്ള സംസാരം, അന്നത്തെ കുട്ടികൾ അങ്ങനെയാ പഠിച്ചത്. ഏതൊരു അവസ്ഥയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ പറ്റത്തില്ല. അവർക്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തേ മതിയാവും. ഒരു റൂം, അത് അങ്ങനെ ഒരു അന്തരീക്ഷം, അത് കൊടുത്തേ മതിയാവും. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പാടാണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടാണ്. ഭാരമായിട്ടാണ് കാണുന്നവർ. കാരണം അവരുടെ ബ്രെയിന് ഈസി ആയിട്ട് സന്തോഷം നേടാനുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. ഫോൺ, TV. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിത്തം എന്ന് പറയുന്ന ഒരു ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്, പാടാണ്. അവർക്കത് എന്തിനാ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു കൊടുക്കുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, പ്രൊഡക്റ്റീവ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജീവിതത്തിൽ പുറകോട്ട് തന്നെ നിൽക്കും. എന്താ പറയാ, ഇങ്ങനെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം വീട്ടിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓവർ എക്സ്പെക്ട് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കരുത്. അതൊരു സ്ട്രെസ്സാണ്. പിന്നെ അവർക്ക്
അവരെ ഇങ്ങനെ ഇത്ര മാർക്ക് വാങ്ങണം അങ്ങനെയല്ല പറഞ്ഞു. നീ എത്രത്തോളം അറിവ് നേടുമോ അതെത്രത്തോളം നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അറിവ് നേടാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട് ഒരു എന്താ പറയാ, ഒരു ആശ്രമം പോലെ അതിനായിട്ട് റെഡി ആവണം. ഓക്കെ, എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നടന്ന് പഠിക്കുന്നത് ഇഷ്ടം, ഇരുന്ന് പഠിക്കുന്നത് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ അതൊരു മുറിക്കകത്ത് നിങ്ങളുടെ അനിയൻ അപ്പുറത്തൂടെ ചാടി പറഞ്ഞു പോണ കാണും. അവിടെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവേണ്ടി. അപ്പൊ നിങ്ങൾക്ക്, ഞാനും അങ്ങനെ പുറത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, അവർക്ക് ഈസി ആയിട്ട് ഡിസ്ട്രാക്ട് ആവാൻ പറ്റും. ഇപ്പോൾ സത്യം ചിലപ്പോൾ നമ്മുടെ ആ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഡോപ്പമിനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ന് ജീവിക്കുമ്പോൾ അപ്പം എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത്, ഈ അഡിക്റ്റ് ആയ കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ, അഡിക്റ്റ് ആയവർ നമുക്ക് ഈ പറഞ്ഞ വാങ്ങി വെക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അവരെ മാറ്റിയെടുക്കാം. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുക. കാരണം അവരുടെ ബ്രെയിനിനെ നമ്മൾ റെഡിയാക്കി. നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എനിക്കോ മിസ്സായി പോയ പോലെ ഒരു ഫീലുണ്ട്. അത്രയും ഭയങ്കര ലെങ്തി ആണെങ്കിൽ 2 പാർട്ടായിട്ട് എന്തെങ്കിലും ഇടാൻ നോക്കാം. എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. ഈ കൊടുക്കുന്നതോട് കുട്ടികൾ ചെയ്യുന്നതാ നല്ലത്. പിന്നെ ചിലർ പറയും പക്ഷേ പലതും ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ എന്താ പറയാ, നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, അവർ സ്വന്തം നിങ്ങൾക്ക് തോന്നുന്നവരെ അവർക്കിതിലൊന്നും അവരെ വിടാൻ. പഠിത്തത്തിനോടുള്ള ഫോക്കസ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ചില വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവുള്ള കുട്ടിയായിരിക്കും. പടം വരയ്ക്കാൻ കഴിവുള്ള കുട്ടി പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയെങ്കിൽ വലിയൊരു തോൽവി തന്നെയാണ്. പഠിത്തം സ്കില്ലുകളെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ആയാലും TV ആയാലും കുറച്ചു നേരം പോലും TV കാണാതെ സഹോദരങ്ങളോടൊപ്പം കളിക്കാനോ ഒന്നും മനസ്സ് വരുന്നില്ല. പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഫോൺ കാരണം. വന്ന് അവർ തമ്മിൽ സംസാരിച്ച് അതിന് തീർത്ത് സന്തോഷമായിട്ട് പോകും. ഒരു സൊല്യൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് അവരെ മൈൻഡ് വിടുന്നില്ല. ഇങ്ങോട്ട് ചിന്തിക്കണം, ചിന്തിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പാർട്ട്നേഴ്സ് റെഡി ആവില്ല. ഫോണിൽ കൊണ്ട് പാർട്ട്ണറിന്റെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷം ഫോണിൽ കൂടി ഇരിക്കുമ്പോൾ കിട്ടും. ഫോണ് കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാം ഇതിലെല്ലാം വെച്ചിരിക്കുന്നത് ഫീസ് അടയ്ക്കുന്ന നമുക്ക് അത് ഒഴിവാക്കാനും പറ്റൂല. മനസ്സിലാക്കി ഇതൊക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. വരും കാലത്ത് അങ്ങോട്ടുള്ള ടൈം നമ്മുടെ മക്കൾ എങ്ങനെ എന്തൊക്കെ സോഷ്യൽ ഫോൺ വഴിയൊക്കെ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടും. മനുഷ്യത്വമൊക്കെ ഉള്ള മനുഷ്യരെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയുള്ള ഫോൺ വഴി പരിചയപ്പെടുന്ന ഒരാൾ ഒക്കെ മനുഷ്യന്മാര്
വളരെ ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കണം. ഈ ഒരു ഫോൺ അഡിക്ഷൻ എന്നില്ല, കുഴപ്പമില്ലാതെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറയെങ്കിലും നമ്മുടെ ബ്രെയിനെ അത് വല്ലാതെ. ഇപ്പോൾ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ഡിലേ ആയിപ്പോയി. വീഡിയോ ഫോൺ അങ്ങനെ അതിനുള്ള ടൈം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ ലാഗ് വന്നതാണ്. എന്തായാലും ആഴ്ച ഒക്കെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഡോപ്പമിൻസിനെ ഉണ്ടാക്കും.